നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെന്ന് മിസ്സിന് അറിയാം. സോ നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, ആ ഒരു കാര്യം പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എടാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണെന്ന് അറിയാൻ വെയിറ്റിംഗ് ആണെങ്കിൽ വേഗം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ ഇപ്പം മിസ് അത് റിവീൽ ചെയ്യും. 1 2 3. യെസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുക കേട്ടോ. ഇത്രയല്ല, ഒരു സ്ലൈഡ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ളൊരു പാസേജ് ആണ് തരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്കൂൾ ഫോർ സിമ്പതിയിൽ നിന്നോ മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്നോ എ ഡേ ഇൻ ദ കൺട്രിയിൽ നിന്നോ ആയിരിക്കും എന്തുണ്ടാവുക, ആ ഒരു റീഡിങ് കോംപ്രഹെൻഷൻ ഉണ്ടാവുക. ഇനി പോം കോംപ്രഹെൻഷനോ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അല്ലെങ്കിൽ സോളിറ്റ്യൂഡ്, ഈ രണ്ട് പോയത്തു നിന്നായിരിക്കും ഉണ്ടാവുക. കൂടുതൽ ചാൻസ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പോം കോംപ്രഹെൻഷൻ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആണ്. സോ ഈ ഒരു രണ്ട് പോയത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, പോം കോംപ്രഹെൻഷൻ ടൈപ്പ് എന്ന് വെച്ചാൽ പോയത്തിൻ്റെ ഒരു പോർഷൻ തരും, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. ഇനി ഒരു അൺനോൺ പാസേജ് തന്ന് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അൺനോൺ പാസേജ് തന്നിട്ട് അതിൽ നിന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ എന്നുള്ളത്. ആരുടെങ്കിലും ഒരു പ്രൊഫൈൽ എഴുതാൻ വേണ്ടി 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ലെറ്റർ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സ്കൂൾ ഫോർ സിമ്പതിയിൽ നിന്നോ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നോ ആയിരിക്കും. സോ ഒരു ലെറ്റർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും? ഒന്നെങ്കിൽ സ്കൂൾ ഫോർ സിമ്പതി അല്ലെങ്കിൽ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും കേട്ടോ. ഇനി പാരഗ്രാഫ് റൈറ്റിംഗ് ഉണ്ടാവും. അതുണ്ടാവുക മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്നോ അല്ലെങ്കിൽ റോസ പാർക്സിൽ നിന്നോ ആയിരിക്കും. ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്നായിരിക്കും പാരഗ്രാഫ് റൈറ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുക. അടുത്തത് ഡയറി ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ ഫോർ സിമ്പതിയിലെ EV ലൂക്കസിൻ്റെ നമ്മുടെ റൈറ്ററിൻ്റെ ഡയറി ആയിരിക്കും. സോ ഇവിടെ ലെറ്ററും എന്തായിരിക്കും? സ്കൂൾ ഫോർ സിമ്പതിയിലെ റൈറ്ററിൻ്റെ ലെറ്ററാണ്. ഫ്രണ്ടിന് ആ ഒരു സ്കൂളിലുള്ള എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ. അല്ലെങ്കിൽ നൈറ്റിംഗേൽ ആൻഡ് റോസിലെ നമ്മുടെ ബോയ് ആഫ്റ്റർ ഹി ഫേസ് റിജക്ഷൻ ഫ്രം ഹർ ബിലൗഡ് അല്ലേ, ഹിസ് ബിലൗഡ്, ആ ഒരു ഡയറി ആയിരിക്കും അല്ലെങ്കിൽ ലെറ്റർ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. ആ ഒരു പ്രേമത്തിൽ തേപ്പ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടിയതിന് ശേഷം നമ്മുടെ ബോയ് എഴുതുന്ന ലെറ്ററോ ഡയറിയോ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആൻഡ് പാരഗ്രാഫ് റൈറ്റിംഗ് നമ്മൾ പറഞ്ഞു മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്നോ റോസ പാർക്സിൽ നിന്നോ ആയിരിക്കും. ഇനി നോട്ടീസ് ചോദിക്കുന്നുണ്ടാവും. ഉറപ്പായിട്ടും നോട്ടീസ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ നോട്ടീസ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്രെയിം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ അത് സ്കൂൾ ഫോർ സിമ്പതി എന്നാണ് എന്ത് ചെയ്യാൻ ചാൻസ്, ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. ഇനി ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ മെർച്ചൻ്റ് ഓഫ് വെനീസിലെ ആന്റോണിയുടേതോ അല്ലെങ്കിൽ ഷൈലോക്കിൻ്റെതോ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും ചോദിക്കുക കേട്ടോ. ഇനി ഗ്രാമർ പോർഷനിൽ തന്നെ നിർബന്ധമായിട്ടും എഡിറ്റിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഉറപ്പായിട്ടും എഡിറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പ്രപ്പസിഷൻസ് ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബ്ലാങ്ക് ആയിട്ട് തരും, അവിടെ പ്രപ്പസിഷൻസ് ആയിരിക്കും ആഡ് ചെയ്യേണ്ടത് വരാം. അല്ലെങ്കിൽ കോൺവെർസേഷൻ കംപ്ലീഷൻ, ഇഫ് ക്ലോസും ക്വസ്റ്റ്യൻ ടാഗും ഹാഡ് ബെറ്റർ ഒക്കെ ഉള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീഷൻ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്. ഇപ്പോൾ ഗ്രാമറിൽ ഉറപ്പായിട്ടും എഡിറ്റിംഗ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അതിനുശേഷം ഒരു ക്വസ്റ്റ്യനും കൂടി ഗ്രാമറിൽ ഉണ്ടാവും. അത് ഇതിൽ 3ലും ഏതെങ്കിലും ഒന്നായിരിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കാം, കോൺവെർസേഷൻ കംപ്ലീഷൻ ആയിരിക്കാം, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ് ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും 3ൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ അടുത്ത ഗ്രാമർ പോർഷൻ ചോദിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് നാളെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇത്രയും പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷന് മുമ്പേ ഉള്ള പോർഷൻസ്, അതിന് ശേഷമുള്ള പോർഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അതിന് മുന്നേ ഉള്ള പോർഷൻസിൽ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസും ലൈറ്റ് ഓൺ ദ ഹിൽസും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. കാരണം ഈ 2 ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസിൽ നിന്നും നറേഷനും കോൺവെർസേഷനും ചോദിച്ചിട്ടുണ്ട്. ലൈറ്റ് ഓൺ ദ ഹിൽസിൽ നിന്നും ലെറ്ററും കോൺവെർസേഷനും ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു 2 ചാപ്റ്ററും കൂടി പഠിക്കുക. പിന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ ലൈവിൻ്റെ നോട്ട്സും വീഡിയോസിൻ്റെ നോട്ട്സും എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറുക, എന്നിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സോ ഇത്രയും ചെയ്യുക. ആൻഡ് എന്ത് ചെയ്യുക, വേഗം ആ ഒരു ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്തോളൂ. അപ്പോൾ നാളത്തെ എക്സാം ഒരു അടിപൊളി എക്സാം ആവട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലവ് യു ഓൾ. ബൈ.